സുജേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ സുപ്രധാനമായിട്ടുള്ള വാർത്ത അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ ഒരു വലിയ വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ വട്ടമാണ് അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തുന്നത്. ആദ്യം തെഹ്രീകെ താലിബാനെ പിടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ അവരുടെ ജനങ്ങളുടെ മണ്ടയ്ക്ക് തന്നെ ബോംബിട്ടു അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും കൊന്നുകളഞ്ഞു. രണ്ടാമത് കാബൂളിൽ പോയി പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള ഒരു വ്യോമാക്രമണം നടത്തി. അവര് വലിയ തിരിച്ചടി കൊടുത്തു. താലിബാൻ വലിയ തിരിച്ചടി എന്ന് പറഞ്ഞാൽ മുത്താക്കിയപ്പോ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് പാകിസ്ഥാൻ ഒരു താക്കീത് കൊടുത്തിരുന്നു. അതിനുശേഷം പാകിസ്ഥാൻ വലിയ തിരിച്ചടി കൊടുത്തു. പാകിസ്ഥാന്റെ എനിക്ക് തോന്നുന്നു 58 പട്ടാളക്കാരാണ് ഔദ്യോഗികമായി മരണപ്പെട്ടതെന്ന് പറയുന്നെങ്കിലും 140ഓളം സൈനികരുടെ ശവമഞ്ചങ്ങൾ പാകിസ്ഥാൻ പട്ടാളം ചുമന്നു കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. പോരാത്തതിന് ഇവരുടെ ആയുധങ്ങളും ഇവരുടെ വസ്ത്രങ്ങളെല്ലാം മൂരിയെടുത്ത് കാബൂളിൽ താലിബാൻ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയ തിരിച്ചടിയായിരുന്നു. അതിനുശേഷം രാത്രിയിൽ വലിയ വെടിവെപ്പുണ്ടായി. അപ്പൊ സൗദിയും ഖത്തറും ഇടപെട്ടിട്ടാണ് ഈ 48 മണിക്കൂർ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് വെടിനിർത്തലായി. അതിനുശേഷം ഇന്നലെ രാത്രി വന്നൊരു വാർത്ത, ഇന്നലെ രാത്രി കുറച്ച് മുമ്പ്, ഒരു സന്ധ്യാസമയത്ത് കുറച്ച് മുമ്പ് വന്നൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഈ വടക്കൻ വസീറിസ്ഥാനിൽ ഒരു വൻ ചാവേർ ആക്രമണം നടന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നു. അത് 7 സൈനികരാണ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടത് ഈ ചാവേർ ആക്രമണത്തിൽ. മിർ അലി ജില്ലയിലാണ് ഈ ചാവേർ ആക്രമണം നടന്നത്. തെഹ്രീകെ താലിബാനാണ് ഇത് നടത്തിയെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത്. അപ്പോ ഈ ബോംബ് നിറച്ച ഈ ചാവേർ വാഹനം സൈനിക ക്യാമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. അപ്പൊ ഇത് ഇന്നലെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് വലിയൊരു ആക്രമണം വരാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഇപ്പൊ പാകിസ്ഥാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. തിരിച്ചടിച്ചത് വല്ലാത്തൊരു തിരിച്ചടിയായി പോയി. അപ്പൊ ഇനി പാകിസ്ഥാൻ എന്ത് സംഭവിക്കുമോ നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം പാകിസ്ഥാന് വ്യോമസേനയുണ്ട്, അഫ്ഗാനിസ്ഥാൻ അതില്ല. അതുകൊണ്ട് വ്യോമസേനയിൽ പോയിട്ട് ഈ സൈഡ് ബോംബിട്ടിട്ട് വരും. അങ്ങനെ ബോംബിട്ടപ്പോ അഫ്ഗാൻ ക്രിക്കറ്റ് ബോർഡ് ACBയിലെ ഒരു പോസ്റ്റിൽ മരിച്ച ക്രിക്കറ്റ് കളിക്കാരുടെ ഐഡന്റിറ്റി ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അഫ്ഗാൻ ക്രിക്കറ്റിലെ കബീർ സിബ്ഗത്തുള്ള, ഹരുൺ എന്നിങ്ങനെ അഫ്ഗാൻ ക്രിക്കറ്റിലെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ക്രിക്കറ്റേഴ്സ് മരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ ഇത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഇപ്പൊ താലിബാൻ തിരിച്ചടിക്കാനുള്ള സകല നീക്കങ്ങളും നടത്തുകയാണ്. അപ്പൊ ഇവർ ഈ വസീറിസ്ഥാനിലും ഈ എന്താ പറയുക, ഈ അതിർത്തി ദുരന്ത ലൈനിലൊക്കെ കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് തീരുന്നില്ല, ഈ സംഘർഷം തീരുന്നില്ല. അപ്പൊ ഈ സംഘർഷത്തിന്റെ ഉത്തരവാദി ഇന്ത്യയാണെന്ന് പറഞ്ഞത് ഇന്ത്യയുടെ തലയിൽ കൊണ്ടിടാനാണ് നിലവിൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ ഇതിൽ എന്ത് നിലപാട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ ചൈനയുടെ FPV ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ ചൈനയെ പാകിസ്ഥാനാണെങ്കിൽ കുറ്റപ്പെടുത്തുന്നുമില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും എന്നുള്ളത്. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോഴും ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ തിരിച്ചടി നേരിടാനായിട്ട്. എന്തായിരിക്കും ഇനി സംഭവിക്കുക? ഈ എല്ലായിടത്തും യുദ്ധം നിർത്തുന്ന ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. ഇപ്പോ തിരിച്ചടി തുടങ്ങി എന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം വരുന്നത്. അതിർത്തിയിൽ ഈ പറയുന്ന പക്തി പ്രവിശ്യയിലും ഈ ആക്രമണം നടന്ന ശരണിലും അടക്കം വലിയ രീതിയിൽ ഇന്നലെ രാത്രി മുതൽ തിരിച്ചടിച്ചിരുന്നു. അത് മാത്രവുമല്ല, അഫ്ഗാനിസ്ഥാന്റെ ചില സൈനിക മേധാവികൾ ചില അന്തർദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് ഇന്നലെ ഈ പക്തി പ്രവിശ്യയിലായിരുന്നു ഇന്നലെ ഈ വ്യോമാക്രമണം നടന്നത്. അവിടെയാണ് ഈ 3 ക്രിക്കറ്റർമാർ കൊല്ലപ്പെട്ടത്. അവിടെ അവര് ഈ വന്നിരുന്ന ശരൺ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവരുടെ സൗഹൃദ മത്സരത്തിനും, കാരണം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനികളെ സംബന്ധിച്ച് ക്രിക്കറ്റ് അവരുടെ ഒരു ജീവരക്തത്തിൽ അലിഞ്ഞ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ അഫ്ഗാനിസ്ഥാൻ ഈ താലിബാൻ അധികാരം പിടിച്ചപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ച ചോദ്യം അതാണ്, അഫ്ഗാനിസ്ഥാനിലെ ഈ അഫ്ഗാൻ ക്രിക്കറ്റ് ടീം തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം എല്ലാവരും, കായിക പ്രേമികളെല്ലാം ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം എല്ലാവർക്കും അത് ഒരു ഇഷ്ടവുമാണ്, അവിടുത്തെ ആളുകൾക്കും അത് വലിയ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യ ആണ് ഈ ക്രിക്കറ്റിന് വേണ്ട സഹായങ്ങളൊക്കെ അവർക്ക് നൽകിയിരുന്നു. കോച്ചിങ്ങും മറ്റുമൊക്കെ ഇന്ത്യ നൽകിയിരുന്നു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചില താരങ്ങളൊക്കെ അവരുടെ കോച്ചാകും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഏതായാലും ഈ ക്രിക്കറ്റ് ടീമിലെ 3 പേരാണ് ഇപ്പോൾ 3 ആണോ 10 ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കാരണം 10 പേര് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 3 പേരുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ശ്രീലങ്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടെ ചേർന്ന് നടക്കുന്ന ത്രിരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പിന്മാറിയതായിട്ട് അവരുടെ ബോർഡ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത് അവരെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഒരു പ്രതിഷേധം തന്നെ അഫ്ഗാനിസ്ഥാനിൽ അലയടിച്ചിട്ടുണ്ട്. ഈ ഒരു വിവരം അറിഞ്ഞതിന് ശേഷം അഫ്ഗാനിസ്ഥാന് വലിയ പ്രതിഷേധമാണ് പാകിസ്ഥാനെതിരെ ഉയരുന്നത്. കാരണം ഈ കായിക താരങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുള്ളതാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ കായിക താരങ്ങളെ, ഇസ്രായേലിന്റെ ഒക്കെ കായിക താരങ്ങളെ നേരെ ആക്രമണം ഉണ്ടായപ്പോൾ എങ്ങനെയാണ് അതിന് മറുപടി കൊടുത്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇത് ഒരു സാധാരണ ഒരു അറ്റാക്കായിട്ട് അവർ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ന് പുലർച്ചെ മുതൽ അവർ തിരിച്ചടി തുടങ്ങി എന്നുള്ള ഒരു വലിയ വാർത്ത വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ദോഹയിൽ ഇന്ന് അനുരഞ്ജന സംഭാഷണം നടക്കുന്നു. പക്ഷെ അത് എത്രത്തോളം മുൻപോട്ട് പോകുമെന്നറിയില്ല.
കാരണം ഇതിനിടയിൽ ഖാജ അസിം ഒരു വലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ള അഫ്ഗാനിസ്ഥാനികളൊക്കെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ വിടണം. ഇത് പാകിസ്ഥാനികളുടെ മണ്ണാണ്. 250 ദശലക്ഷം വരുന്ന പാകിസ്ഥാനികൾക്കുള്ളതാണ് ഇവിടുത്തെ വെള്ളവും മണ്ണും ഒക്കെ. നിങ്ങൾക്കുള്ളതല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സർക്കാർ വന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊരു കുട്ടപ്പലായനത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാനികൾ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ. നമ്മൾ ഒന്നും രണ്ടും പേരല്ല അഫ്ഗാനിസ്ഥാനികൾ പാകിസ്ഥാനിൽ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അപ്പൊ സംഘർഷം ഓരോ നിമിഷത്തിലും മൂർച്ഛിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ കാണാൻ കഴിയുന്നത്. ഇത്തവണ കുറച്ചുകൂടി രൂക്ഷമായ രീതിയിലാണ് ഈ ഖാജ അസീം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ താലിബാനും ഇന്ത്യയും തെഹ്രിക്കെ താലിബാനും ഒരു അച്ചുതണ്ടാണ്. അതായത് ഇന്ത്യയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്യുന്നത്. ഈ താലിബാൻ കയറിയതിന് ശേഷം 2021 ശേഷം 10,346 ഭീകരാക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ നടത്തിയത്. ഞങ്ങളുടെ സൈനികരെ അടക്കം കൊന്നു തള്ളിയത്. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഇന്ത്യയാണ്. ഇന്ത്യ ഞങ്ങൾ ഭീകരവാദം, അതായത് മുമ്പ് നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് എന്താണോ പറഞ്ഞിരുന്നത്, നമ്മളിവിടെ ഭീകരവാദം കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിൽ അതിന് സമാനമായ രീതിയിലാണ് ഈ ഖാജ ആസിഫ് പറയുന്നത്. ഖാജ ആസിഫ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയാണ് അവർക്കെല്ലാം, ഞങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അവരുമായിട്ട് സൗഹൃദം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. കാരണം ഇന്ത്യയിൽ വന്നതും ഇന്ത്യയെ കൂടുതൽ അടുക്കുന്നതുമാണ് ഈ അഫ്ഗാനിസ്ഥാൻ എതിരാക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, വേണമെങ്കിൽ നമുക്ക് രണ്ടാംഗിൾ ഇതിൽ കാണാൻ കഴിയും. ഒന്ന്, ചൈനയുടെ കൂടെ സപ്പോർട്ടോടു കൂടിയാണ് അഫ്ഗാനിസ്ഥാനുമായിട്ട് ഈ ആക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കാരണം ചൈനയ്ക്ക് അഫ്ഗാനിസ്ഥാനിൽ വലിയ കണ്ണുള്ള ഒരു ഇതാണ്, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ട് അവർ നല്ല ബന്ധത്തിലിരിക്കുമ്പോൾ. പക്ഷെ ഇവിടെ അഫ്ഗാനിസ്ഥാൻ സൈനികർ ഉപയോഗിച്ച ആയുധങ്ങൾ ഏറെയും ചൈനയുടേതാണ് എന്ന് പറയുമ്പോഴാണ് ചൈന ഇതിൽ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടോ എന്നൊരു സംശയം ബലപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപ് അറിഞ്ഞിട്ടില്ല എന്നല്ല, അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ നേരെ വീണ്ടും ആക്രമണം നടത്തിയിട്ട് തനിക്ക് അറിയാൻ കഴിഞ്ഞു, ഏതായാലും താൻ അങ്ങോട്ടേക്ക് തിരിയുകയാണ്, 9ാമത്തെ തന്റെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു, തനിക്ക് ഇത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കാരണം ഇന്നലെ അദ്ദേഹത്തിന് അവിടെ സെലൻസ്കി വന്നിരുന്നു, കൂടിക്കാഴ്ച നടക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ട്. പിന്നെ പുടിനെ കാണാൻ പോകുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിൽക്കുന്നു. പിന്നെ ഗസയിൽ ഇന്നലെ 23 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു ചെറിയ ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ഇസ്രായേൽ സേന ഗസയിൽ വലിയ രീതിയിൽ തന്നെ ഒരു ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. കാരണം ബന്ദികളുടെ ശവശരീരത്തെ ചൊല്ലിയുള്ള തർക്കമാണ്. കാരണം അവിടെ കൊടുത്തുവിട്ട ശവശരീരങ്ങൾ ഈ യഥാർത്ഥ ബന്ദികളുടേതല്ല എന്നാണ് ഇസ്രായേലിന്റെ ഒരു ആരോപണം. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം. ഏതായാലും 23 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. ഇപ്പൊ ട്രംപിന് എന്തായാലും തൽക്കാലം സമയം കിട്ടുമോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ പ്രസ്താവന വന്നത് ഇങ്ങനെയാണ്, പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയതായി അറിയാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഖത്തർ, ഇറാൻ, ഒപ്പം തന്നെ സൗദി അറേബ്യ തുടങ്ങിയവരുടെ ഒരു വാക്ക് കേട്ടുകൊണ്ടാണ് ഒരു 48 മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷെ ആ വെടിനിർത്തൽ തീർന്ന ആ ഒരു അവസാന സമയം, വെടിനിർത്തൽ തീരാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ പാകിസ്ഥാന്റെ ഒഫീഷ്യൽസ് എല്ലാം മന്ത്രിമാരടക്കം ദോഹയിൽ എത്തി. ചർച്ച തുടങ്ങാനിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് അഫ്ഗാനിസ്ഥാൻ ക്ഷമിക്കാൻ കഴിയുന്നതിന് അപ്പുറമായുള്ള കാര്യമാണ്. അതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഖാജ അസീം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ അഫ്ഗാനികളും എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ വിടണമെന്ന്. ഒപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ ചരക്കുകൾ ഈ പാകിസ്ഥാൻ തുറമുഖത്ത് കെട്ടിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ ലോറികൾ, നൂറുകണക്കിന് ലോറികൾക്ക് അതിർത്തി കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ എല്ലാ അക്ഷരാർത്ഥത്തിൽ ഫുള്ള് അഫ്ഗാനിസ്ഥാൻ സാമ്പത്തികമായി തന്നെ വലിയ ഞെരുക്കത്തിലേക്ക് ബ്ലോക്ക് ആക്കാം. വലിയ സാമ്പത്തിക മെച്ചമൊന്നുള്ള രാജ്യം അല്ലെങ്കിൽ പോലും നിൽക്കുന്നു. ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ആണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം പാകിസ്ഥാൻ മുമ്പ് ഈ പാകിസ്ഥാന്റെ ഒരു ശല്യം ഇന്ത്യക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, അതുപോലെയാണ് ഈ തെഹ്രിക്കെ താലിബാന്റെയും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ പാകിസ്ഥാൻ അറിഞ്ഞ് വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, TLP എന്ന് പറഞ്ഞൊരു സംഘടന അവർ നിരോധിക്കാൻ പോകുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ് പ്രവിശ്യയിലും സമാനമായ രീതിയിലുള്ള സംഘർഷം രൂപപ്പെടുന്നു. അങ്ങനെ പാകിസ്ഥാൻ ചിന്ന ഭിന്നമാകും. പണ്ടാരോ പറഞ്ഞത് കണക്ക് പാകിസ്ഥാൻ ഇനി 1-2 കഷ്ണങ്ങളാകുമെന്നാണ്. അതിനിടയിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉത്തർപ്രദേശിൽ മുമ്പ് ഒരു ബ്രഹ്മോസിന്റെ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് അതിന്റെ ആദ്യത്തെ ബ്രഹ്മോസ് പുറത്തിറങ്ങിയിരിക്കുന്നു, മിസൈൽ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം ആ മിസൈൽ പുറത്തിറക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന, ഈ പാകിസ്ഥാന്റെ ഓരോ ഇഞ്ച് മണ്ണും നമ്മുടെ ബ്രഹ്മോസുകളുടെ കയ്യെത്തും ദൂരത്തിലാണ് എന്ന്. കാരണം അനവധി ബ്രഹ്മോസുകളാണ് അവിടെ നിന്ന് ഒരു മാസം കൊണ്ട് 60 to 80 മിസൈലുകൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെയാണ് മുൻപ് കേട്ടിരുന്നത്. അപ്പൊ ഏതായാലും അവിടെ നിന്നുള്ള അതിന്റെ ഫാക്ടറി ഉദ്ഘാടനം കഴിഞ്ഞു, ഇപ്പൊ പ്രൊഡക്ഷൻ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രൊഡക്ഷൻ കഴിഞ്ഞു, ബ്രഹ്മോസ് അടങ്ങിയിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഈ ഏതായാലും കഴിഞ്ഞ കുറെ നാളുകളായി സംഘർഷഭരിതമായിരിക്കുന്ന ഈ ഒരു ഏരിയ, അതായത് ഈ ഏഷ്യൻ ഏരിയ വീണ്ടും സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ ചൈനയില്
അവിടുത്തെ 9ഓളം സൈനിക മേധാവികളെ അവിടുത്തെ ഭരണകൂടം പുറത്താക്കിയിട്ടുണ്ട്. അവർ അഴിമതി കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഷീ ജിൻപിങ് വരെ പുറത്താക്കിയിരിക്കുന്നത്. അങ്ങനെ എല്ലായിടവും ഒരു സംഘർഷം നിറഞ്ഞ, ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ മുമ്പ് ഉം. തമാശയ്ക്ക് പറഞ്ഞിരുന്നു, ദീപാവലിക്ക് മുമ്പാണോ പടക്കം പൊട്ടുന്നത്, ദീപാവലിക്ക് ശേഷമാണോ എന്ന് മാത്രമാണ് അറിയാനുള്ളത് എന്ന് മാത്രമാണ്. ഉം. ദീപാവലി നമുക്ക് നാളെയാണ്. അപ്പൊ ഏതായാലും ഇന്നും ഒക്കെ നമുക്ക്, ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നമുക്ക് എന്താണ് അതിന്റെ ഒരു കൂടുതൽ വാർത്തകളെന്ന് അറിയാൻ കഴിയും നമുക്ക്.